ഹലോ യൂട്യൂബ് ഫാമിലി, ഇന്ന് ഫുൾ മൂൺ ഡേ അല്ലേ? ഇന്ന് ഫുൾ മൂൺ ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ മൂൺ ഡേയുടെ സ്പെഷ്യൽ ഏഞ്ചലിക് ഗൈഡൻസ് എടുത്ത് തരാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ്, എൻ്റെ യൂട്യൂബ് ഫാമിലി, എൻ്റെ സോൾ ട്രൈബ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക. വീഡിയോ ആയിട്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇന്നൊരു മെഡിറ്റേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ മെഡിറ്റേഷൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് നല്ല മാനിഫെസ്റ്റേഷൻ എനർജി തരുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പ്രാക്ടീസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ ചെയ്യേണ്ട ചെറിയ സിമ്പിൾ റിച്വൽസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. സോ അതൊന്ന് കേട്ട് നോക്കുക. താങ്ക് യു സോ മച്ച്. എനിവേ, നമുക്ക് ഇന്നത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സോൾ ട്രൈബ്, ഇവരെന്താണ് ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടത്? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. ഇവരെന്താണ് ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടത്? ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് എയർ, അതുപോലെ തന്നെ 2 ഓഫ് എർത്ത്, അതുപോലെ ഇവിടെ വന്നേക്കുന്നത് 5 ഓഫ് എർത്ത്. നിങ്ങളുടെ അവസ്ഥ മോശമാണ്, അതാണ് എനിക്ക് കാണുന്നത്. ഇത് കാണുന്ന ആൾക്കാർ ഉറക്കമില്ല, ഡിപ്രഷൻ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ. പക്ഷെ ഒരുപാട് ഒരു എംപ്രസിന്റെ എനർജിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഒരുപാട് അബണ്ടൻസ് കിട്ടേണ്ട ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് ഒരു പക്ഷെ കിട്ടുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. നിങ്ങളോട് ഏഞ്ചൽസിന് പറയാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ കാണാം. എന്തെങ്കിലും നെഗറ്റിവിറ്റീസ്, വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുന്നിട്ട് എന്താ കിട്ടുക? നമ്മളിപ്പോൾ വിഷമിച്ചിരുന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷമം മാറുമോ? നിങ്ങളുടെ ആ ഒരു ആൻഷൈറ്റി മാറുമോ? ഇല്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു 10 വാതിൽ അടയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാതിൽ അടയുമ്പോൾ 100 വാതിലുകൾ തുറക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന്റെ പിന്നാലെ പോവാഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു തുറന്ന വാതിലുകൾ കാണാത്തതെന്ന് പറയില്ലേ? അതുപോലെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഭയത്തിന്റെ പിന്നാലെ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഒന്നും ശരിയാവാത്ത, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഒരു വെള്ള പേപ്പർ, ആ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു കുത്തിട്ടാൽ ആ കുത്തു മാത്രമേ കാണുള്ളൂ, ചുറ്റുമുള്ള സ്പേസ് കാണില്ല എന്ന് പറയുന്ന പോലെ. നിങ്ങൾ അതിന്റെ പിന്നാലെ നടന്നിരുന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും മോശം എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് എന്താ പറ്റുക, എനിക്ക് അങ്ങനെയുള്ള അസുഖമുണ്ടോ, ഇങ്ങനെയുള്ള അസുഖമുണ്ടോ, അങ്ങനെ ആലോചിച്ചിരുന്നാൽ ഏറ്റവും വലിയ അസുഖമായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് മാറാരോഗമായിരിക്കും എന്ന് വിചാരിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഫുൾ മൂൺ ആണ്. ഇന്ന് മാനിഫെസ്റ്റേഷൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. പറ്റുന്നത്രയും നമ്മൾ നല്ല കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നതും മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കുക, ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ നിങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നിങ്ങളുടെ തോട്ട്സിനെ ഒന്ന് മാറ്റുക, നിങ്ങളുടെ തോട്ട്സിനെ ചേഞ്ച് ചെയ്യുക. കാര്യം നമ്മുടെ പല ആൾക്കാരും പറയാറുണ്ട്, മാം എനിക്ക് ശനിയുടെ വ്യവഹാരം കഴിഞ്ഞു, എനിക്കിപ്പോൾ വ്യാഴാണ്, എനിക്കിപ്പോൾ ശുക്രനാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ നല്ല സമയമാണ് എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്കും പിന്നെയും ബ്ലോക്കേജസ് വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അത് വളരെയധികം നമ്മളെ ബാധിക്കുന്ന ഒന്നാണ്. കാര്യം ബ്ലോക്ക് എവിടുന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ബ്ലോക്ക് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ശുഭമായിട്ട് നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടക്കുമോ അല്ലെ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ ദാറ്റ് ഈസ് ദ മെയിൻ ബ്ലോക്കേജ് കേട്ടോ. ബ്ലോക്ക് കംസ് ഫ്രം അവർ സെൽഫ്സ് ഇൻ ദാറ്റ് കേസ് കേട്ടോ. ആ ഒരു സാഹചര്യത്തിൽ ബ്ലോക്കേജ് ആരാന്ന് ചോദിച്ചാൽ നിന്നിൽ നിന്ന് തന്നെയാണ് ബ്ലോക്കേജ് വരുന്നതെന്ന് പറയേണ്ടി വരും അല്ലെ? നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ബ്ലോക്കേജ് വരുന്നത്. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബ്ലോക്കേജ് ആണ്. അതുകൊണ്ടാണ് വരുന്നവരോടും പോകുന്നവരോടും മിക്കവരോടും ഞാൻ പറയുന്നത് ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യിക്കുന്നതെന്നല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം.
എവിടെ പോയി ചെയ്താലും ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന സ്റ്റൈലല്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ ഭയങ്കര റേക്കി ഹീലേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ആര് പറഞ്ഞു തന്നാലും നമ്മൾ പറഞ്ഞു തരുന്ന അഫർമേഷൻ, നമ്മൾ പറഞ്ഞു തരുന്ന ആ ചെയ്യുന്ന കാര്യത്തിലുള്ള സത്യസന്ധതയിലാണ് കാര്യം. നിങ്ങൾക്ക് സ്വയം ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ ചക്ര ഹീലിംഗ് ഒക്കെ മിക്കവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് റെമഡി ആയിട്ട്. നിങ്ങൾക്ക് അതും ചെയ്യാം, നിങ്ങൾക്ക് റിസൾട്ട് വരും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന രീതി, നിങ്ങൾ ചെയ്യുന്നതിലുള്ള ഫോക്കസിലും നിങ്ങൾ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥതയിലുമാണ്. ദാറ്റ് ഈസ് മാജിക് കേട്ടോ. ദാറ്റ് ഈസ് ഇൻഡീഡ് മാജിക്. സോ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ പ്രതീക്ഷകളിൽ നിങ്ങൾ വിശ്വാസം ഉറപ്പിക്കുക, നിങ്ങൾ ഡ്രീം ചെയ്യുക, സ്വപ്നം കണ്ടു തുടങ്ങുക. സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറും പാഴ് സ്വപ്നമല്ല. ഡ്രീം ഈസ് ഓൾവേസ് എ മാനിഫെസ്റ്റേഷൻ. മനഃപൂർവ്വം കാണുക കേട്ടോ. അത്യാഗ്രഹം ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. ചില സമയങ്ങളിൽ ഡ്രീംസ് വർക്ക് അല്ലേ, നമ്മൾ സ്വപ്നം കണ്ടത് അങ്ങനെ തന്നെ നടന്നു എന്ന് പറയാറില്ല. ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ, ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ. സോ കുറച്ചൊക്കെ നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതാണ്. ആ ഒരു ഡിവൈൻ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കത് കൊണ്ടു തരട്ടെ. അതുകൊണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മനഃപൂർവ്വം സ്വപ്നം കാണുക. മനസ്സിലാവുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യുക, സ്വപ്നം കാണുക. നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ തന്നെ പിന്നിലേക്ക് വലിക്കാൻ പാടില്ല കേട്ടോ. അത്രയും നിങ്ങൾ അത്രയും സ്ട്രെസ് ചെയ്യാനോ പ്രഷർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. പാസ്റ്റ് വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അത് ഓർത്ത് ടെൻഷൻ അടിക്കുക, അത് ഓർത്ത് എന്താവും എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞു. പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കല്ലേ. ദിസ് ഈസ് പ്രസന്റ് കേട്ടോ. ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. പ്രസന്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്ക്. റിലേഷൻഷിപ്പ് ട്രോമയൊക്കെ ഉള്ളവർ അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അതിപ്പോ ചെയ്തതാ, അത് അന്ന് ചെയ്തതാ. ഇന്ന് അവരൊന്നും ചെയ്യുന്നില്ല. ഇന്ന് മേ ബി ചിലപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേ ഉണ്ടാവില്ല. ഇപ്പൊ അവരെന്തായാലും നിങ്ങളെ ഉപദ്രവിക്കുന്നോ വിഷമിപ്പിക്കുന്നോ ഇല്ല. അവരും മിണ്ടാതിരിക്കുന്നത് അവരുടെ താല്പര്യം. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരൊന്നും മിണ്ടട്ടെന്നേ. ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് പ്രൈവറ്റ് സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ പറയാറില്ലേ, വാരി കോരി കൊടുക്ക് അവർക്ക് പ്രൈവറ്റ് സ്പേസ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്ക് ബ്ലോക്കേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കട്ടെ. അവരുടെ തലതിരിവ് അത് ആ ബോധം ഉണ്ടാവുമ്പോൾ അവർ വരട്ടെ എന്ന് വിചാരിക്കുക. ഒരാളും ആരുടെയും പിന്നാലെ പോവല്ല. എൻ്റെ സ്പിരിച്വൽ ഫാമിലി, എൻ്റെ ഡിവൈൻ സോൾ ട്രൈബിനെ ഞാൻ ആരെയും അങ്ങോട്ട് പോകാൻ വിടാറില്ല. നിങ്ങൾക്കറിയാലോ, ഇങ്ങോട്ട് വരട്ടെ. വി അട്രാക്ട്, വി ഡോണ്ട് ചേസ്. നമ്മൾ അങ്ങോട്ട് ആരുടെയും പുറകെ പോവാറില്ല. ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാണ് ചെയ്യാറ്. നമുക്ക് സ്പെൽസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈശ്വരന്മാരുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്, ഡിവൈൻ യൂണിവേഴ്സ് ഉണ്ട്. ആ ഒരു ഡിവൈൻ ജസ്റ്റിസ് വരുന്ന സമയത്ത്, ഡിവൈൻ ടൈം വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ആരെയും ഒന്നും സ്ട്രെസ് ചെയ്യാൻ പാടില്ല, ആരുടെയും പിന്നാലെ പോകാനായിട്ട് പാടില്ല കേട്ടോ. ഞാനും ഒരു സമയത്ത് അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ചെയ്യാറില്ല. സോ ഡു നോട്ട് എവർ ചേസ് കേട്ടോ. നിങ്ങൾ ചേസറായി മാറിയാൽ അവർക്ക് ഓടാനുള്ള ആവേശം കൂടും. നിങ്ങൾ പിടിക്കാൻ ചെന്നാലേ അവർ ഓടുള്ളൂ. നിങ്ങൾ പിടിക്കാൻ ചെല്ലണ്ടെന്നേ. അപ്പൊ ഓട്ടം നിർത്തിക്കോളും. അവർ ക്ഷീണിക്കുമ്പോൾ അവർ നിൽക്കും കേട്ടോ. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്കാണ് ഈ പറഞ്ഞു തരുന്നത്. അതല്ലാതെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് നിങ്ങൾ ചിന്തിച്ച് കടക്കെണിയിൽ വന്ന് ബാങ്ക് വന്ന് നിങ്ങളുടെ വീട് ജപ്തി ആവുന്നത് വരെ ചിലപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ ബ്ലോക്കേജ്. അതുകൊണ്ട് അങ്ങനെ ബ്ലോക്കേജസ് നിങ്ങൾ തന്നെ വരുത്താതിരിക്കുക കേട്ടോ. ഏഞ്ചൽസ് അറിയുന്നുണ്ട്, നിങ്ങളുടെ പേടികളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. റിലീസ് ചെയ്യാം കേട്ടോ. ABC ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബ്ലോക്കേജസ് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാം കേട്ടോ. ആ ഒരു നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നിങ്ങളുടെ തെറ്റാ, ഗിൽറ്റ്, ഫിയർ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടാം. റിലീസ് ചെയ്യാം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഉറക്കമുള്ള ഒരു രാത്രി ഉണ്ടാവുള്ളൂ. ഇവിടെ മിക്കവരും കാണുന്നവർക്ക് ഉറക്കമില്ല. നിങ്ങളുടെ അവസ്ഥ കണ്ടോ? ഉറക്കമില്ല. ഇതാണ് അവസ്ഥ. എന്തിനാ? ആർക്ക് വേണ്ടി? നിങ്ങൾ ആര് കാരണമാണോ ഉറക്കം ഇല്ലാണ്ടിരിക്കുന്നത് അവരുറങ്ങുന്നുണ്ടാവും. അവരുടെ സിറ്റുവേഷൻ ഇതുപോലെ ആവണമെന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഉറക്കം കളയുന്നത്? നിങ്ങൾ എന്തിനാ വറി ചെയ്യുന്നത്? അങ്ങനെ വറി ചെയ്യുമ്പോൾ അട്രാക്റ്റഡ് ആവുന്നത് നെഗറ്റിവിറ്റിയാണ്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 5 of Earth നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒറ്റപ്പെട്ട അവസ്ഥ. ഇല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. എപ്പോഴെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരവസ്ഥ വന്നു, അവർക്ക് തിരിച്ചു തരാനുള്ള ഒരു ബാധ്യതയുണ്ട്. അവർ തരണമെന്ന് നിർബന്ധിക്കേണ്ട, പക്ഷെ ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുള്ള ആളല്ലേ. എന്തെങ്കിലും എനിക്കൊരു സിറ്റുവേഷൻ വന്നു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഒരു പക്ഷെ അവരെന്തെങ്കിലും തന്നാലോ കേട്ടോ. നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടെയാണിത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഹെൽപ്പ് വേണമെന്ന് തോന്നും.
അതുകൊണ്ട് ഫീൽ സേഫ് ആസ്കിങ് ഫോർ ഇറ്റ്. കേട്ടോ, നിങ്ങൾക്കത് ചോദിക്കുന്നതിലും മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ആവശ്യത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, എനിക്കൊരു 2000 തരുമോ എന്ന് ചോദിച്ചു. പുറത്തുള്ള ആളാണ് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ചതാണ്, ഫ്രണ്ടാണ്. സോ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറയാണ്, നിനക്ക് നാണമില്ലേ ഇപ്പം എന്നോട് പൈസ ചോദിക്കാൻ? എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. എൻ്റെ പൈസ ഞാൻ കൊടുത്തതാ, ഒരു 3-4 വർഷം ഞാൻ ചോദിച്ചില്ല. ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കുന്നു എനിക്ക് നാണമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല. ചോദിക്കുന്നതിൽ തെറ്റില്ല. ആ ചോദിക്കുന്ന സമയത്ത് അവർ തരുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഞാൻ പിന്നൊന്നും അവരോട് പറയാൻ പോയില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എൻ്റെ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പക്ഷെ എന്നെ സഹായിക്കാം. ആ സമയത്ത് ആരാണ് സഹായിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ചോദിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ അങ്ങനെ മടിച്ചു നിൽക്കാറില്ല. എനിക്കൊരു ഇഷ്യൂ വന്നാൽ, എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവുണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ വന്നു എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കേണ്ടടുത്ത് ചോദിക്കും. അവരെനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ, അവരെങ്ങനെ എന്നോട് റെസ്പോണ്ട് ചെയ്യും, ഐ ഡോണ്ട് കെയർ. ഞാനത് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കൊടുത്തൊരു സാധനം എനിക്ക് ആവശ്യം വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടും. നമ്മൾ വിചാരിച്ച ആൾ തരണമെന്നില്ല, പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ആൾ മേ ബി നമുക്ക് എന്തെങ്കിലും തരാം. കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഡോണ്ട് ഫീൽ സേഫ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. കേട്ടോ, അങ്ങനെ ഐ ഡോണ്ട് കെയർ ആ ഒരു മൈൻഡിൽ അങ്ങ് ചോദിച്ചാൽ മതി. മടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പൈസ വേണം എന്ന് ഫീൽ ചെയ്താൽ, ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കും. കേട്ടോ, ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് മനുഷ്യരാരെങ്കിലും നല്ല മനസ്സുള്ളവരുണ്ടാവും. കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കായിപ്പോവും. ഇപ്പം എല്ലാവരും പൈസ തന്ന് സഹായിക്കണം എന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് മനസ്സ് തന്ന് നമുക്ക് സഹായം കിട്ടും, അല്ലേ? അതുപോലെ മനസ്സ് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ മനസ്സൊന്നും ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു ആശ്വാസം, അത് കിട്ടിയാൽ ഊണാവില്ല, അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാതിൽ അടയുമ്പോൾ പല വാതിൽ തുറയും. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരാൻ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഏഞ്ചൽസ് ഉണ്ടാവും. കേട്ടോ, നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. യൂണിവേഴ്സിനോട് ആരൊക്കെയാ ചോദിക്കാറൊന്ന് കമൻറ്റ് ചെയ്യുക. കേട്ടോ, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയും, യൂണിവേഴ്സ് ഐ നീഡ് ദിസ്, എങ്ങനെയും എനിക്ക് തരണം എന്നാണ് പറയാറ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ഓർഡറിങ്. ഞാൻ ഓർഡർ ചെയ്യുമല്ല, പക്ഷെ സ്റ്റിൽ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ശാസന എന്നൊക്കെ പറയില്ല, ആ ഒരു ടോണിലാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് മിക്കവാറും കേസസിൽ കിട്ടാറുമുണ്ട്. എനിക്കിപ്പോൾ ഡേ ആഫ്റ്റർ ടുമോറോ ഒരു 1 lakhിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞു, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തു ഞാൻ ഇരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 weeks അല്ലെങ്കിൽ 1.5 weeks ഞാൻ ട്രൈ ചെയ്തു. ഒരു 70,000 പ്ലസ് എനിക്ക് കിട്ടി. ഇനി ഒരു 30,000. ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൈവിട്ടിട്ടില്ല. എനിക്കറിയാം എൻ്റെ യൂണിവേഴ്സ് തരുമെന്ന്. ഞാൻ ആ ഒരു ട്രസ്റ്റിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക, ആ ഒരു പ്രാക്ടീസ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. എനിക്ക് ഇത്രയും തന്നല്ലോ സന്തോഷം. കേട്ടോ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നല്ല രീതിക്ക് ഒന്ന് ചിന്തിക്കുക, അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. കേട്ടോ, അങ്ങനെയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന ആൾക്കാർ, ജോലിയൊക്കെ കിട്ടാതിരിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടെന്ന് കാണുന്നു. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം തൊഴിൽ എന്തെങ്കിലും ആരംഭിക്കുക. കേട്ടോ, നിങ്ങളുടെ പ്ലാനൊക്കെ പ്ലാൻ ചെയ്ത് എന്താണ് അത് എക്സിക്യൂട്ടായി ഇരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കെയർസിറ്റി ഉണ്ടാവാം, ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ആ ഒരു ഡിവൈൻ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് പൈസ ഇല്ല, എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ തളർന്നു കുട്ടി ഒരു സൈഡിൽ ഇരുന്നാൽ എനിക്ക് പൈസ കിട്ടുമോ, എനിക്ക് ജോലി കിട്ടുമോ? ഇല്ല. പകരം ഞാൻ എന്തെങ്കിലും എഫേർട്ട് ഇട്ട് ഞാൻ വർക്ക് ചെയ്യണം. എനിക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കഴിവിൽ വിശ്വസിച്ച കഴിവാണ് നമ്മൾ പൈസയാക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല, നമ്മൾ കൊടുക്കുന്നത് ഒരു സർവീസാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിവാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത് എൻ്റെ ടാരറ്റ് റീഡിംഗ് ആണ്. ചില ആൾക്കാർ പറയും ഞാൻ ക്രിസ്റ്റൽസ് വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാഡ് കമൻസ് ഇടുന്നവരുണ്ട്. ഞാൻ ഒരു ക്രിസ്റ്റൽ പോലും ഇവിടെ വിൽക്കുന്നില്ല. ഈ ക്രിസ്റ്റൽസ് ഒക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണ്ടി നല്ലതിനെ പറഞ്ഞു തരുന്നതാണ് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്. കേട്ടോ, ഞാൻ ക്രിസ്റ്റൽസ് വിൽക്കുന്നില്ല. പിന്നെ ഞാൻ ക്രിസ്റ്റൽസ് പലരും ചോദിക്കുന്നത് എവിടെ നിന്നാണ്, ഞാൻ റേക്കി ക്രിസ്റ്റൽസിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും ഇവിടെ ഇല്ല. ഞാനിവിടെ ആരെയും ഒന്നും പ്രൊഡക്റ്റ് നിലവിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്കറിയില്ല അത് ആരുടെയാണ്, ഞാനതിൽ നിന്ന് വാങ്ങുന്നുണ്ട്.
കേട്ടോ. കാര്യം ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ കിട്ടുന്നതെന്നൊരു കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെക്കി ക്രിസ്റ്റൽസിൽ നിന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് ഇതുവരെയായിട്ട് വന്നതൊക്കെ ചാർജ്ഡ് ആണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. സോ നിങ്ങളെ ഡിവൈൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പരീക്ഷണം കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും. നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും. എന്നെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് യൂണിവേഴ്സ് തരും എന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം കേട്ടോ. അതുപോലെ ഇവിടെ 2 ഓഫ് എർത്ത്, അതായത് നിങ്ങൾ മേ ബി എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇല്ലെങ്കിൽ ഒരു ബാലൻസ് നിങ്ങൾക്ക് വേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റേതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം സൈഡായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്തും കൂടെ കുറച്ച് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ കാണിക്കുന്നു. ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഞാൻ ടാരറ്റ് റീഡിങ് ചെയ്യുന്ന ഒരു ദിവസം കുറേ റീഡിങ്സ് ഉള്ള ഡേ ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുക്കും. ഇപ്പം ഇന്നലെ എനിക്ക് പനിയായിരുന്നു, എനിക്ക് ഫുൾ കട്ട് ചെയ്യേണ്ടി വന്നു. ആരുടെ റീഡിങ്സ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് സ്റ്റിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചെടുക്കാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റിസ് അല്ലാണ്ടായി പോകും. കാര്യം എനിക്ക് തീരെ വയ്യ, എൻ്റെ എനർജി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ നീഡ് എ ബ്രേക്ക്. സോ ആ സമയത്ത് എനിക്ക് റീഡിങ് എടുത്ത് കൊടുത്താൽ അവരത് വിശ്വസിക്കും. പക്ഷെ എനിക്കവിടെ ഞാൻ ചെയ്യുന്ന ജസ്റ്റിസ് ആണെന്ന് തോന്നില്ല. കാര്യം എൻ്റെ എനർജി യൂസ് ചെയ്യാണ്ട് ചുമ്മാതെ 10 കാർഡ് എടുത്തുന്ന ഇതാണ് നിങ്ങളുടെ ലൈഫ് എന്ന് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. സോ ഞാനൊരു ബ്രേക്ക് എടുക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു, ബ്രേക്ക് എടുത്തു. ഡു ദാറ്റ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് എടുക്കണമെന്ന ആവശ്യം തോന്നിയാൽ നിങ്ങൾ അങ്ങനെ ബ്രേക്ക് എടുത്ത് മുന്നോട്ട് പോവാം കേട്ടോ. ഞാൻ എൻ്റെ മനസ്സ് മാത്രം ഇങ്ങനെ പറയല്ല, ഞാനിവിടെ പ്രോപ്പറായിട്ടുള്ള മെസ്സേജസ് എടുത്തിട്ടാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഒന്ന് പിടിച്ചു നിൽക്കണം, നിങ്ങൾക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കണം, ടൈറ്റായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അബണ്ടൻസ് ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചോദിക്കുക, നിങ്ങൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് റെസനേറ്റ് ആവുന്നുണ്ട്. കാര്യം ഞാൻ അങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് റെസനേറ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല, കുറച്ചൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൾട്ടി ടാസ്കിങ് ഈസ് ഗുഡ്, ബട്ട് യു നീഡ് ടു ബി ഹെൽത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് കാണുന്നത് എംപ്രസ് ആണ് ഓവറോൾ എനർജി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറായിട്ട് നിങ്ങൾക്ക് മോശം വരും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പ്രഗ്നൻ്റ് ആവാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മേ ബി ഒരു പ്രഗ്നൻസി ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അബണ്ടൻസ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ഒരു കണക്കിനും മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്ടിരിക്കില്ല. നമുക്ക് ഒരു പൈസ ചിലവ് പോലും ഇല്ല. നൈറ്റ് ടൈമൊക്കെ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലൂസ് എടുക്കാം കേട്ടോ. എനിവേസ് യു ലവ് ക്ലൂസ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കാം. യൂണിവേഴ്സ് ഞാൻ ഈ പറഞ്ഞ റീഡിങ്ങിന് ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് വേണം. കുറച്ച് ക്ലൂസ് കേട്ടോ. ഞാൻ ഒരുപാട് ക്ലൂസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാൻ പറയാറുണ്ടല്ലോ, ക്ലൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അതല്ലാണ്ട് മാളവിക എൻ്റെ മനസ്സിൽ ഇപ്പോഴേ വന്നു. മാളവിക, അരുന്ധതി, ഹേമലത എൻ്റെ മനസ്സിൽ വന്ന പേരുകളാണ് കേട്ടോ. ഇതാരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അഞ്ജലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അരുൺ, ദീപക് കേട്ടോ. ഇവിടെ 50 എന്ന് കാണുന്നുണ്ട്. 50 നിങ്ങളുടെ ഏജ് ആവാം, നിങ്ങളുടെ നമ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ആവാം, പേഴ്സൻറ്റേജ് ആവാം. എൽ എന്ന് പറയുന്ന ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എൽ കേട്ടോ. എൽ എന്ന് കിട്ടി. 75 എൻ്റെ മനസ്സിൽ വന്നതാണ്, 75. അതുപോലെ എനിക്ക് റഷ്യ എന്ന് വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആരെങ്കിലും ഒക്കെ റഷ്യയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ബിന്ദു കേട്ടോ. ഇവിടെ ഞാൻ കണ്ടതാണ് ബിന്ദു, നേഹ, അരുൺ. ഞാൻ അരുൺ എന്ന് പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാം കണ്ടോ, അരുൺ. ഞാനിവിടെ നിങ്ങൾ കാണുകയാണ് ക്ലൂസ് എടുത്തത്. ഇവിടെ അരുൺ എന്ന് വന്നിട്ടുണ്ട്, ഞാൻ അരുൺ എന്ന് പറഞ്ഞിരുന്നു കണ്ടോ.
സോ അരുൺ എന്തായാലും വാച്ച് ചെയ്യുന്നുണ്ടാവും. അരുൺ, ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. അരുൺ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇവിടെ യു എ ഇന്ന് ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാം യൂറോപ്യൻ കൺട്രീസ് മാത്രമാണ് പറയുന്നത്, യു എയിൽ നിന്ന് ഞങ്ങൾ കാണുന്നു. യു എ പിന്നെ വന്നു ബിൻസി മോൾ കേട്ടോ, എന്റെ മനസ്സിൽ വന്നതാണ് ബിൻസി മോൾ. രമ്യ, രേഷ്മ, രാഖി കേട്ടോ. സുദർശന, എന്റെ മനസ്സിൽ വന്നതാണ് സുദർശന. അങ്ങനെ പേരിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നത്, എന്റെ മനസ്സിൽ വന്നതാണ്. സൂപ്പർവൈസർ കേട്ടാ. നിഖിൽ, നിർമ്മൽ, മീര കാണുന്നുണ്ടോ? മോൻസി, എന്റെ മനസ്സിൽ വന്ന പേരാണ് മോൻസി. റിയ, അഫ്സൽ. ഓസ്ട്രിയ എന്ന് ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ കേട്ടോ. മലേഷ്യ, എന്റെ മനസ്സിൽ വന്നതാണ് മലേഷ്യ എന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ബഹമാസ് സ്ഥലാണ്. എം ലെറ്റർ കേട്ടോ, എന്റെ മനസ്സിൽ വന്നു എം. 9 കുഞ്ഞുമോൾ കേട്ടോ, കുഞ്ഞുമോൾ. ട്രീസ, ഇവിടെ ഓ എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, ഓ. (23) കെന്യ കേട്ടോ. മരിയ, എൻ. എന്നല്ല, ഇസഡ് ആണ് കേട്ടോ. സെഡ് ആണ്. 13 ജോജോ കേട്ടാ. 94. സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. റെസനേറ്റ് ആയാൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാ, നന്ദി പറയാ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഞാൻ ഈ ഇടുന്ന വീഡിയോസ് കാണുന്ന കൊണ്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവരും. ഒരുപാട് കമന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കമന്റ്സിനെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ആളാണ്. എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, ഞാനത് മനസ്സിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സിന്റെ ഹീലിംഗ് എനർജി എല്ലാവർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ എല്ലാവരും മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻസ് ഒന്നും നിർത്തരുത്. എല്ലാവരും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കൗട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.